അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറെ കാലത്തിന് ശേഷം, ഏറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ശശികല ടീച്ചർക്ക് ഒരു ചെറിയ പൊള്ളൽ വന്നിട്ടുണ്ട്. ആ പൊള്ളൽ എന്തിന്റെ കാരണം എന്നൊക്കെ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാരണം. പഞ്ചായത്ത് അംഗമായ ഇർഫാൻ നമ്മോടൊപ്പമുണ്ട്. നാരായണേട്ടനെ ഏറ്റെടുക്കുമ്പോഴുള്ള കാര്യം എങ്ങനെയായിരുന്നു? അത് നമുക്ക് ഷെരീഫ് മെമ്പർ, മീഞ്ച പഞ്ചായത്തിലെ ഷെരീഫ് മെമ്പർ നമുക്ക് വിളിച്ചു. ഇന്ന വ്യക്തി, നാരായണൻ എന്ന വ്യക്തി അവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വാർത്തയാണ്. ഞാൻ ഇതിനെ പറ്റിയിട്ട് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്ന് KP ശശികല എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആ ഒരു ശശികല ടീച്ചർക്ക്, പലരും അവരെ ശശികല ടീച്ചർ എന്ന് വിളിക്കുന്നത്, ഈ ടീച്ചർ എന്ന് പറയുന്ന വാക്ക് എന്റെ പല എന്താ പറയാ ഈ വ്യൂവേഴ്സും പറയാറുള്ളത്, നിങ്ങൾ അവരെ ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യല്ലേ. ഇവിടെയുള്ള അധ്യാപികമാർക്ക്, ടീച്ചേഴ്സിന് അതൊരു അപമാനമാണ്. അതുകൊണ്ട് അവരെ എന്താണ് ടീച്ചർ എന്ന് വിളിക്കല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെ KP ശശികല എന്ന് വിളിക്കുന്നു. ശരി, ആ KP ശശികല ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് സമയമായ ആ ഒരു പോസ്റ്റ് ഇപ്പൊ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്, ഞാൻ ഒന്ന് വായിച്ചു തരാം. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് പോസ്റ്റ്. നിങ്ങൾ വായിക്കുന്നുണ്ടോ? വായിക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. എന്നാ കേട്ടോളൂ, ഞാൻ വായിച്ചു തരാം. ഒരു ഷെയ്ഖ് സയ്യിദ് ഓൾഡ് ഏജ് ഹോം നടത്തിപ്പുകാരിയായ ഇർഫാന് ലീഗാണോ ലീഗേ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇവർക്ക് എന്തെങ്കിലും ഒരു വിഷയം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവാൻ കാരണം നാരായണൻ എന്ന് പറഞ്ഞ ക്യാൻസർ ബാധിച്ച് മരിച്ച വ്യക്തി പഴയ RSSകാരനായിരുന്നു. അയാൾ ചെറുപ്പകാലത്ത് നടത്തിയ കുരുത്തക്കേട് കൊണ്ടാണ് അത്രേ അവരുടെ ഭാര്യയും മക്കളും, 2 ഭാര്യയുണ്ട് അത്ര, മക്കളൊന്നും പെങ്ങളടക്കം ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ആരാച്ച കൊണ്ടുപോയിട്ട് ദഹിപ്പിച്ചോളൂ എന്ന് അവർ പറഞ്ഞു. അവസാനം വാർഡ് മെമ്പറായിട്ട് ഇവർക്ക് അത് ഏറ്റെടുക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണത്. പക്ഷേ അതങ്ങണ്ട് കത്തിക്കാളി. സ്വാഭാവികമാണ് കത്തിക്കാളുന്നത്. ഒരു മുസ്ലിമാണ് ഒരു മുൻ RSSകാരനായിട്ട് ഒരാളുടെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. കത്തിക്കാളൂലേ? കത്തിക്കാളി നല്ല പോലെ കത്തി. അത് അവസാനം എന്തായി, ഒരു ലീഗുകാരിയായിട്ടുള്ള ഒരാള് ആ മുൻ RSSകാരനായിട്ടുള്ള ഒരാളുടെ ബോഡി എന്താ പറയാ ഈ ദഹിപ്പിക്കേണ്ട അവസ്ഥ വന്നു. സ്വാഭാവികമാണ്, അത് അങ്ങനെ തന്നെയല്ലേ വന്ന്, അങ്ങനെ തന്നെയാണ്. പിന്നെ അതിനെ വെളുപ്പിക്കലായിരുന്നു. മലഞ്ചാനലൊക്കെ കൂടി ഭയങ്കരമായിട്ട് വെളുപ്പിക്കാൻ തുടങ്ങി. വെളുപ്പിച്ച് സംഗതി എവിടെ എത്തുന്നില്ല. ആർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ സംഗതിക്ക് എത്തി. എന്തായാലും ഇപ്പൊ നടക്കുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ KP ഈ പറയുന്ന നാരായണൻ അടക്കമുള്ള ആളുകൾ അസുഖം മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രായം ചെന്ന ആളുകളെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ താമസിപ്പിക്കാമെന്ന് ഇവരടക്കം, അദ്ദേഹത്തിനടക്കമുള്ള ആളുകൾക്കൊക്കെ ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പൊ ആ ഒരു ഓൾഡ് ഏജ് ഹോം തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയാണോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പൊ KP ശശികലയ്ക്ക്. അവരെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ജനപ്രതിനിധിയുടെ കടമ മറന്ന് മറ്റു സംഘടനകളെയും സമുദായങ്ങളെയും അപമാനിക്കാൻ സ്വന്തം പദവി ഉപയോഗിച്ച ഒരു വ്യക്തി നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളെ പറ്റി കൃത്യമായ അന്വേഷണങ്ങൾ ആവശ്യമാണെന്ന് തോന്നുന്നു. സ്ഥാപനത്തിന്റെ വരുമാനം, അന്തേവാസികളുടെ ചികിത്സ, അവരുടെ മരണം, മരണാനന്തര കർമ്മങ്ങൾ, ഇവയിൽ ഊന്നി അന്വേഷിച്ച് പാലും വെള്ളവും തിരിച്ചറിയേണ്ടതാണ് എന്നൊരു പോസ്റ്റ്. എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ ഒരാൾ അങ്ങോട്ട് പ്രശ്നക്കാരിയാക്കുന്നത് അല്ലേ? ഇതെന്തുകൊണ്ടാ? അവരുടെ പേര് ഇർഫാനാന്നാ. അവര് മുസ്ലിം നാമമുള്ളൊരു സ്ത്രീയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ മുസ്ലിം നാമമുള്ള സ്ത്രീയെ ഒരു അപകടകാരി അല്ലെങ്കിൽ തീവ്രവാദ ചാപ്പ ഇവർക്ക് കുത്തണം. ഇതിനപ്പുറത്തേക്കുള്ള എന്താ പറയാ താല്പര്യമൊന്നും വേറെ ഇവർക്കില്ല. എന്തായാലും അവർ അല്പനിമിഷം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെയാണ് വായിക്കാൻ പറ്റുക. ഞാനത് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തായാലും KP ശശികല തീവ്രവാദിയാക്കാൻ ശ്രമിച്ച സ്ത്രീ ഇതാണ് ആ സ്ത്രീ. കാസർഗോട്ടുകാരിയാണ്. എന്തായാലും ശശികലയ്ക്ക് ഒരു ഗംഭീര മറുപടിയാണ്. മഞ്ചേശ്വരത്ത് ക്യാൻസർ ബാധിച്ച് മരിച്ച മുൻ RSS പ്രവർത്തകൻ നാരായണന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല നടത്തിയ വിമർശനങ്ങളിൽ പ്രതികരണവുമായി ട്രസ്റ്റ് ഭാരവാഹി ഷെയ്ഖ് സയ്യിദ്, വൃദ്ധസദന മാനേജിംഗ് ട്രസ്റ്റിയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗവും വനിതാ ലീഗ് നേതാവായ ഇർഫാൻ ഇക്ബാലാണ് വിമർശനങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയത്. തീർത്തും ദരിദ്രമായ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന തങ്ങളുടെ സ്ഥാപനത്തിന്റെ ബാങ്ക് ബാലൻസ് പരിശോധിക്കാൻ ഏത് ഏജൻസികൾക്കും വരാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. KP ശശികലയ്ക്കും വരാം, സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് പരിശോധിക്കാം.
നട്ടാൽ കിളിർക്കാത്ത നുണകൾ പ്രചരിപ്പിക്കരുതെന്നും ഇവർ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയെന്നാണ്. കാസർഗോഡ് ഉപ്പേളിരിലാണ് UAE രാഷ്ട്രശില്പി ഷെയ്ഖ് സായിദ് എന്റെ പേരിൽ 3 വർഷം മുമ്പ് ആരംഭിച്ച ചെറിയ സ്ഥാപനത്തിൽ ഇപ്പോൾ 35ഓളം മാതാപിതാക്കൾ കഴിയുന്നുണ്ട്. കൊള്ളാം. ഇതിൽ 90% KP ശശികല ടീച്ചറെ ഹിന്ദുക്കളാണ്. അതാണ് അടിപൊളിയായിട്ട്. KP ശശികല അടക്കമുള്ള ആളുകളെ ഈ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരാരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വൃദ്ധസാധനം നടത്തുന്നുണ്ടോ? 24 മണിക്കൂറും വിഷം മാത്രമല്ല വായിൽ നിന്ന് വരുന്നുള്ളൂ. എന്തെങ്കിലും നല്ല നന്മ പ്രവൃത്തി നടന്നതായിട്ട് എല്ലാവർക്കും വലിയ ഓർമ്മയുണ്ടാവും. ഞാനെങ്ങും കണ്ടിട്ടില്ലെന്നേ. ഇവരെപ്പോഴും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തായാലും നോക്കാം. ഇവിടെ 90% പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടുത്തെ അന്തേവാസികൾ 75% ഹൈന്ദവ സഹോദരന്മാരാണെന്നും ഇർഫാനെ ചൂണ്ടിക്കാട്ടി. ഒന്നുകൂടിയുണ്ട്, സ്ഥാപനത്തിന്റെ ബാങ്ക് ബാലൻസ് നിലവിൽ 6000 രൂപ കഴിയില്ല. 50 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിയതാണെങ്കിൽ ഇതുവരെയും വീട്ടുകാരുടെ പണം കൊടുത്തിട്ടില്ല. മാസവാടകയായി 15000 കൊടുക്കുന്നുണ്ട്. സുമനസ്സുകൾ എല്ലാ ദിവസവും സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കിക്കൊണ്ടുവരുന്നതാണ് ഏക ആശ്വാസം. മാസം 5 സ്റ്റാഫിനുള്ള ശമ്പളം, മരുന്ന്, കറണ്ട് ബില്ല് തുടങ്ങിയ മറ്റാവശ്യങ്ങളും നിരവധി. എന്നിട്ടും ഞെരുങ്ങി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് പരിശോധിക്കണം പോലും. ഏത് ഏജൻസിക്കും സ്വാഗതം. എന്നിട്ട് ഇതൊന്ന് പൂട്ടിത്തരണം അപേക്ഷയാണ് ഇർഫാന ഇക്ബാൽ പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. ശരിയല്ലേ സുഹൃത്തുക്കളെ? ഇങ്ങനെ എന്തെങ്കിലും നല്ല പ്രവൃത്തി നടത്തുമ്പോൾ അത് മുസ്ലിം ആണെങ്കിൽ അവരെന്താ അതിലൂടെ എന്തൊക്കെയോ ഭയങ്കര ഭീകര പ്രവർത്തനം നടത്തുകയാണെന്ന രീതിയിൽ നാടിന് ഒരു ഉപകാരവും ഇല്ലാതെ വർഗീയ വർത്തമാനമല്ലാതെ വേറെ ഒന്നും പറഞ്ഞു നടക്കാത്ത ഈ പറയുന്ന KP ശശികല അടക്കമുള്ള ആളുകളൊക്കെ മിണ്ടാതിരിക്കില്ല വേണ്ടത്. 75% ഹിന്ദുക്കളായിട്ടുള്ള മാതാപിതാക്കളാണ്, വൃദ്ധരാണ് അവിടെ താമസിക്കുന്നത്. അവരെ പോറ്റുന്ന ആ മുസ്ലിം സ്ത്രീക്ക് വേണ്ട സഹായം കൊടുക്കുകയും അവരെ പുകഴ്ത്തുകയും ചെയ്യുന്നതിന് പകരമായിട്ട് ഈ വിഷനാക്ക്, കഷ്ടം. ബൈ.